ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓൾ ഓവർ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ സാരിയിലായാലും കുർത്തീസിലും ഒക്കെ ഓൾ ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നമ്മൾ നോക്കുന്നത്. അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബുള്ളിയൻ സ്റ്റിച്ചാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഡേസി സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് സൂചി മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആദ്യം മിഡിൽ പോർഷൻ വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും ലെങ്തിലാണ് നമുക്ക് ബുള്ളിയൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു 10-11 റൗണ്ട്സ് കൊടുക്കാം. ഞാനൊരു 11 കൊടുത്തേക്കുന്നത്. എന്നിട്ട് പതുക്കെ ഇത് മുകളിലേക്ക് എടുക്കാം. ഇതുപോലെ തിരിച്ച് ഇവിടെ കുത്താം. അപ്പോൾ ഇത് ഫ്ലവറിൻ്റെ ഒരു മിഡിൽ പോർഷനെ ഇനി 2 സൈഡിലായിട്ടും ചെയ്യാം. അവിടെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കണം. അപ്പോൾ ഒരു 15 ഒക്കെ കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഇതായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 15 കൊടുത്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇത് സൂചി മുകളിലേക്ക് എടുക്കാം. ഒന്ന് ഒരെണ്ണം കൂടെ. അപ്പോൾ ഇത് ഫ്ലവർ ഷേപ്പിൽ ഇരിക്കണമെങ്കിൽ കുറച്ച് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ കറക്റ്റ് നല്ലൊരു ഫ്ലവർ ഷേപ്പ് തന്നെ ഇരിക്കും. അതുപോലെ അടുത്തൊന്നും ചെയ്യാം. ഇപ്പുറത്തെ സൈഡിലായിട്ടും കൊടുക്കാം. ഓൾ ഓവർ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സൈസിലൊരു ഫ്ലവർ ബഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് കൗണ്ട് കുറച്ച് കൊടുത്ത് ചെറുതായിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പല സൈസിൽ ചെയ്യുമ്പോഴായിരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലീവ്സ് കൊടുക്കുമ്പോഴും കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ലീവ്സൊക്കെ കൊടുക്കുക. ഡേയ്സി കൊടുക്കുമ്പോഴായിരിക്കും നല്ലത്. അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ബഡ് ഷേപ്പിലായിട്ടുണ്ട്. അതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുത്തൊക്കെ ചെയ്യാം.
നമുക്കിതിന് ലീവ്സ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ലീവ്സ് കൊടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഗ്രീൻ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലേസി ഡേസി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഇതുപോലെ ലേസി ഡേസി സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്ത് നമുക്ക് ഈ ഓൾ എംബ്രോയ്ഡറി ഡിസൈൻ ഫിനിഷ് ചെയ്യാം. ഇത് സാരിയിൽ ഇപ്പോൾ ചെസ്റ്റ് പോർഷനിൽ മാത്രമാണെങ്കിൽ ഷോളിൽ ഇപ്പോൾ ഏതെങ്കിലും പ്ലെയിൻ ടോപ്പിനോടുള്ള ഷോളിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഫുൾ എംബ്രോയ്ഡറി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസിയാണ് ചെയ്യാൻ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയും സ്പേസ് അല്ലെങ്കിൽ കുറച്ചധികം സ്പേസ് ഇട്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. അടുത്ത വർഷത്തിൽ നമ്മൾ പുതിയ വീഡിയോസ് കാണുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ബേസിക്സിൻ്റെ കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ആയിരിക്കും ഇനി കുറച്ച് ദിവസം വരുന്നത്. അതിനിടയ്ക്കായിട്ട് ഡിസൈൻസും വരും. അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ ഇഷ്ടമുള്ളവർ വീഡിയോസ് കാണാൻ മറക്കരുത്. എല്ലാ ദിവസവും ഓരോ സ്റ്റിച്ചസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതെല്ലാവരും ചെയ്ത് നോക്കണം. ഫോട്ടോസ് അയച്ചു തരണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.